കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. നമുക്കിന്ന് വൈറ്റ് ചോക്ലേറ്റ് ബ്ലൂബെറി മഫിൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ഗൂഗിളിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ബൗളിലോട്ട് ഞാൻ 2 കപ്പ് സെൽഫ് റേസിംഗ് ഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സെൽഫ് റേസിംഗ് ഫ്ലവർ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ 150 ഗ്രാം അതായത് 2/3 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. വളരെ ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. അതല്ല വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിലോട്ട് 120 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതേപോലെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2/3 കപ്പാണ് കേട്ടോ വൈറ്റ് ചോക്ലേറ്റ്. ഇതേപോലത്തെ ലിൻഡിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വൈറ്റ് ചോക്ലേറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ മഫിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് 125 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ്, ഉരുക്കിയെടുത്തതാണ്. അടുപ്പത്ത് വെച്ച് ചെറിയ ചൂടിൽ തന്നെ പെട്ടെന്ന് തന്നെ ബട്ടർ ഉരുകി കിട്ടും. അങ്ങനെ ഈ അൺസോൾട്ടഡ് ബട്ടർ ഉരുകിയതിന് ശേഷം നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കാം. കോഴിമുട്ടയാണെങ്കിലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപാടെ ചേർക്കരുത്. അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മഫിന് ഒരു ടേസ്റ്റും കാണില്ല, അതിൻ്റെ ടെക്സ്ചറൊന്നും അത്രയ്ക്ക് നന്നായി കിട്ടില്ല. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് തൈര് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തൈരാണെങ്കിൽ പോലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപാട് ചേർക്കരുത്. അപ്പോഴും നമ്മളുടെ മഫിന് ടേസ്റ്റ് കുറയും. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള തൈരും കൂടെ ചേർത്ത് ഇതേപോലെ നമുക്ക് സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളുടെ ഫ്ലവർ മിക്സ്ചറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പാറ്റുല അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ 190 ഡിഗ്രി സെൽഷ്യസ് പ്രീഹീറ്റ് ചെയ്യാനാക്കി വെക്കാം. 10 മിനിറ്റെങ്കിലും പ്രീഹീറ്റ് ചെയ്യാനാക്കി വെക്കണം. നമ്മൾ സാധാരണ കപ്പ് കേക്കിനാണ് ബീറ്റർ എല്ലാം ഉപയോഗിക്കുന്നത്. കാരണം കപ്പ് കേക്കിൻ്റെ ടെക്സ്ചർ എന്ന് വെച്ചാൽ വളരെ സ്പോഞ്ചി ടെക്സ്ചറാണ്. അപ്പോൾ ആ സ്പോഞ്ച് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റർ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് മഫിൻസിൻ്റെ ടെക്സ്ചർ കുറച്ച് കട്ടിയുള്ള ടെക്സ്ചറാണ്. കട്ടി എന്ന് പറയുമ്പോൾ മരം പോലെയല്ല കേട്ടോ, വളരെ സോഫ്റ്റ് തന്നെയാണ്, പക്ഷെ അതേസമയം നല്ല മോയ്സ്റ്റും ആണ്. അപ്പം നിങ്ങൾ അതെല്ലാം ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ ബാറ്റർ നല്ല വെറ്റ് ബാറ്ററാണ്, അതേസമയം ഒരുപാട് ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള ബാറ്ററും അല്ല. ഇനി നമുക്കിത് നമ്മളുടെ നമ്മുടെ മഫിൻസ് നമുക്ക് മഫിൻ ലൈനറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഇതേപോലത്തെ 2 മഫിൻ ട്രേ എടുത്തിട്ടുണ്ട്. എല്ലാത്തിലും നമ്മുടെ കപ്പ് കേക്കിന് ഉപയോഗിക്കുന്ന അതേ ലൈനറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 12 മഫിൻസാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മഫിൻസാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് 12 എണ്ണം കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വലിയ സൈസുള്ള മഫിൻ ലൈനേഴ്സാണ് ഉപയോഗിക്കണമെങ്കിൽ 12 എണ്ണം കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മഫിൻ ലൈനേഴ്സിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും എത്ര എണ്ണം കിട്ടുകയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ മഫിൻ ലൈനറിലും 1/4 ഭാഗം മാത്രം ഫില്ല് ചെയ്യുക. അങ്ങനെ 1/4 ഭാഗം മാത്രം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലൂബെറീസ് ഇട്ട് കൊടുക്കാം. ഈ ബ്ലൂബെറീസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റാസ്ബെറി ആണെങ്കിലും ഇട്ട് കൊടുക്കാം. റാസ്ബെറി ആണെങ്കിൽ ജസ്റ്റ് 2-3 പീസാക്കി മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലൂബെറിയും ഇല്ല റാസ്ബെറിയും ഇല്ലെങ്കിൽ ഒന്നും ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ എടുത്ത് നമുക്ക് ബേക്ക് ചെയ്യാനാക്കി വെക്കാം. അങ്ങനെ നമ്മൾ ബ്ലൂബെറിയോ റാസ്ബെറിയോ എന്താണെന്ന് വെച്ചാൽ ഇട്ടതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനാക്കി വെക്കാം. എനിക്ക് കൃത്യം 19 മിനിറ്റാണ് ഇത് ബേക്കിംഗ് ടൈം വന്നത്, 19 to 20 മിനിറ്റ്സ്. അപ്പം നിങ്ങളുടെ ഓവൻ്റെ ബേക്കിംഗ് ടൈം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ സെറ്റിംഗ് അനുസരിച്ചിരിക്കും അതിൻ്റെ ബേക്കിംഗ് ടൈം. ഏതൊക്കെയായാലും 20 മിനിറ്റിൽ കൂടുതൽ എടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ ഒരു ഏകദേശം 20 മിനിറ്റൊക്കെ ആകാറാകുമ്പോഴത്തേക്കും ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക. നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ മഫിൻ റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം.
പിന്നെ ഞാൻ ഈ ഒരു മഫിൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞുവാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതൊരു ഡെസേർട്ട് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു സിമ്പിൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പടമാണ് നിങ്ങൾ ഈ കാണുന്നത്. സാധാരണ നമ്മൾ ആരും മഫിൻസിൻ്റെ മുകളിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യാറില്ല, കപ്പ് കേക്കിൻ്റെ മുകളിലാണ് ചെയ്യാറുള്ളത്. സാധാരണ മഫിൻസ് അങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ കുറച്ച് ഷുഗർ പൗഡർ ഡസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിക്കും. പക്ഷേ ഇതിപ്പോൾ ഒരു ഡെസേർട്ട് ടേബിളിൽ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബട്ടർ ക്രീം ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബട്ടർ ക്രീം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, ഞാൻ ഈ വീഡിയോയിൽ ബട്ടർ ക്രീമിൻ്റെ റെസിപ്പി ഏതൊക്കെയാലും കാണിക്കുന്നില്ല. പക്ഷേ ഞാൻ പിന്നീട് അടുത്ത് തന്നെ ഞാൻ ഈ ഒരു പെർഫെക്റ്റ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ നല്ലൊരു കപ്പ് കേക്കിൻ്റെ കൂടെ കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് നല്ല റെസിപ്പീസ് എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തിന് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.